ഈ ഫിംഗർ പ്രിന്റ് വിരലടയാളം ആദം നബി മുതൽ കോടാനുകോടി ജനങ്ങൾ കാലകാലാന്തരങ്ങൾക്കിപ്പുറവും ഈ വിരലടയാളത്തിൽ ഒരു മാറ്റവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർച്ചയില്ലാത്ത വിധം അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം, ഇതുപോലെ തന്നെ നമ്മളുടെ ആദം നബി മുതൽക്ക് ഇങ്ങോട്ട് അവർ സംസാരിച്ച ഭാഷ ഏതായിരിക്കും? അതല്ലെങ്കിൽ ആ സംസാരിച്ച ഭാഷ എന്തുകൊണ്ട് നമ്മൾ എല്ലാവരും ആ ഭാഷയല്ലേ സംസാരിക്കേണ്ടിരുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അത് ആദം നബിയിൽ നിന്ന് അവസാന പ്രവാചകനായ മുഹമ്മദ് നബിയിലേക്ക് എത്തുമ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് അറബി ഭാഷയിലാണ്. അപ്പൊ ഈ അറബി ഭാഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ജീവിച്ചത് കൊണ്ട് അറബി ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ടു. അത് ചൈനയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചതെങ്കിൽ അവിടെ ഖുർആൻ അവതരിപ്പിക്കുകയാണെങ്കിൽ അവിടെ ചൈന ഭാഷയിലാവും അവതരിപ്പിക്കപ്പെടുക. അങ്ങനെ ഇരിക്കെ ഈ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ചൈനയിലോ അറബിയിലോ ഈ വാക്യങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലാവുക? അതായത് മദ്രസ പഠനകാലത്ത്, ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചത് സുന്നി മദ്രസയിലാണ്. അപ്പൊ അവിടുന്ന് നമുക്കൊന്നും മനസ്സിലായിട്ടില്ല. അതായത് ഈ അറബിയിൽ ഖുർആന്റെ വാക്യങ്ങൾ പറയുമ്പോൾ അത് മനസ്സിലാവാത്തത് അറബി ഭാഷ ആയതുകൊണ്ട്. അറബി ഭാഷക്ക് ഒരു പ്രാധാന്യം ഇല്ല എന്നാണ്. അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ള ഒരു ഭാഷയാണ്. എല്ലാ ഭാഷകളും, തമിഴാണെങ്കിലും ചൈനയാണെങ്കിലും എല്ലാം ഭാഷകളാണ്. അതിനപ്പുറം നമുക്കത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അത് അതിന്റെ അർത്ഥതലങ്ങളിൽ പറഞ്ഞു തരുമ്പോഴല്ലേ. മദ്രസ പഠനകാലത്ത് ഇപ്പൊ മദ്രസ പഠനത്തെ കുറിച്ച് നടക്കുന്ന ചർച്ചകളാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ ഈ മദ്രസ പഠനകാലത്ത് ഖുർആന്റെ അർത്ഥസഹിതമുള്ള വാക്യങ്ങൾ എനിക്ക് മദ്രസ പഠനകാലത്ത് കിട്ടിയിട്ടില്ല. അത് പഠിപ്പിക്കുമ്പോഴാണ് ആ ഭാഷ നമുക്ക് യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണെന്നും ഖുർആന് മനസ്സിലാക്കുമ്പോഴാണ് മനസ്സിലാവുക. അപ്പൊ ആ ഖുർആനെ അറബി ഭാഷയിൽ ഓതുകയും അതിന്റെ അർത്ഥം പഠിപ്പിക്കുകയും മദ്രസയിൽ ചെയ്യുകയാണെങ്കിൽ അത് ഉചിതമായിരിക്കും. എൻ്റെ ചോദ്യം, ഈ ഭാഷ ആദം നബി മുതൽക്ക് എന്തുകൊണ്ട് ഒരേ ഭാഷ മനുഷ്യൻ സംസാരിച്ചില്ല? ആദ്യ നബിയുടെ ഭാഷ ഏതായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. വിരൽത്തുമ്പിനെ പോലെ എന്തുകൊണ്ട് ഭാഷയെ സംരക്ഷിച്ചില്ല എന്നാണ് ചോദ്യം. അവിടെ കമ്പാരിസൺ തന്നെ, എൻ്റെ സുഹൃത്തിൻ്റെ കമ്പാരിസൺ തന്നെ പ്രശ്നമുണ്ട്. വിരൽത്തുമ്പ് ആദം നബിൻ്റെ വിരൽത്തുമ്പല്ല നമ്മളെ വിരൽത്തുമ്പ്. വിരൽത്തുമ്പ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. വിരൽത്തുമ്പ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ വിരൽത്തുമ്പുകളെല്ലാം ഒരേപോലെയല്ല, ഒന്നല്ല. വിരൽത്തുമ്പ് മാത്രമല്ല, നമ്മളുടെ ഒരുപാട് ഐഡന്റിറ്റികളുണ്ട്. ഇന്ന് നമുക്ക് പെട്ടെന്ന് കാണുന്നതാണ് വിരൽത്തുമ്പ് എന്നുള്ളൂ. നമ്മൾ ഓരോ കോശങ്ങളും അടക്കം വ്യത്യസ്തമാണെന്നാണ്. നമ്മളെ ക്രോമസോമുകൾക്കകത്ത് നമ്മളുടെ ജീനുകൾ, ഓരോരുത്തരുടെയും ജീനുകൾ വ്യത്യസ്തമാണെന്നാണ്. അഥവാ ഇപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും. ഇപ്പോ നമ്മുടെ ഇപ്പോ വിരൽത്തുമ്പുകൾ വെച്ചുകൊണ്ട് നോക്കുന്ന ഒരു കാലം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ ഫോണെല്ലാം എന്താണ്? ഫേസ് ഐഡന്റിഫിക്കേഷനാണ്. ഫേസ് ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ്? മുഖമാണ് നോക്കുന്നത്. ആ ഒരേ തരത്തിലുള്ള മുഖമുള്ള ആളുകൾക്ക് പോലും നിങ്ങളുടെ കണ്ണുകളുടെ വ്യത്യാസമുണ്ട്. ആ കണ്ണുകളുടെ വ്യത്യാസം ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അത് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വിരൽത്തുമ്പുകൾ എന്നുള്ളത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മുതൽക്ക് ഇന്ന് വരെ ഒരേപോലെയാണ് എന്നുള്ള ധാരണ തെറ്റാണ്. അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു പ്രോഗ്രാമാണ് പടച്ചവൻ നൽകിയിട്ടുള്ളത്. ആ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു ബയോളജിക്കൽ പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യരിൽ ഈ മാറ്റം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു സോഷ്യൽ പ്രോഗ്രാമിംഗ് ആണ് ഭാഷന്റെ കാര്യത്തിലുള്ളത്. ഭാഷന്റെ കാര്യത്തിൽ ഭാഷ എന്നുള്ളത് മനുഷ്യന്റെ കമ്മ്യൂണിക്കേഷന്റെ ഒരു മീഡിയമാണ്. കമ്മ്യൂണിക്കേഷന്റെ മീഡിയം എന്നുള്ള നിലക്ക് തീർച്ചയായും മനുഷ്യ സംസ്കാരത്തിന്റെ വളർച്ചക്കനുസരിച്ച് ആ മീഡിയത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകണം. മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. നിങ്ങൾ മറ്റു ജീവികളുടെ ഭാഷയ്ക്ക് വ്യത്യാസമല്ല. എന്തുകൊണ്ടാണത്? മറ്റു ജീവികൾ എല്ലാം അവരുടെ കമ്മ്യൂണിക്കേഷൻ അവയുടെ ബയോളജിക്കൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ജീവികളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ജീവികൾ ചേരുന്നതിന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്,
ഭക്ഷണവുമായി ബന്ധപ്പെട്ട കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. പക്ഷേ അതെല്ലാം ബയോളജിക്കൽ പർപ്പസിന് വേണ്ടിയുള്ളതാണ്. ബയോളജിക്കൽ പർപ്പസിന് വേണ്ടിയുള്ള കമ്മ്യൂണിക്കേഷന് എന്താണ്? അത് ആ ജീവിയുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യന്റെ അങ്ങനല്ല. മനുഷ്യന്റെ തലച്ചോറിന്റെ വികാസം നടക്കുന്നതിനനുസരിച്ചാണ് മനുഷ്യന്റെ വ്യക്തിത്വം പോലും വ്യത്യസ്തമാകുന്നത്. ഇപ്പൊ നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്റെ ജോലിയും തൻവീറിന്റെ ജോലിയും ഷെരീഫിന്റെ ജോലിയും സുബൈറിന്റെ ജോലിയെല്ലാം വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ വ്യത്യസ്തങ്ങളായ സ്കിൽസ് നമ്മൾ ചെറുപ്പത്തിൽ ഡെവലപ്പ് ചെയ്തതുകൊണ്ടാണ്. ആ സ്കിൽസ് എഞ്ചിനീയർ ആകുന്നു, ഡോക്ടർ ആകുന്നു. ഒരേ അച്ഛൻ്റെയും അമ്മയുടെയും മക്കൾ എഞ്ചിനീയർ ആകുന്നു, ഡോക്ടർ ആകുന്നു, വക്കീലാകുന്നു, അധ്യാപകനാകുന്നു. എല്ലാം എന്തുകൊണ്ടാ? ജനിച്ചതിന് ശേഷം നമ്മുടെ തലച്ചോറിന്റെ വളർച്ച സംഭവിക്കുന്നത് കൊണ്ടാണ്. ആ വളർച്ചക്കനുസരിച്ച് നമ്മൾ സമൂഹത്തിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്, തലച്ചോറിന്റെ വളർച്ചക്കനുസരിച്ച്. അങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വം തന്നെ ഉണ്ടാകുന്നത്. അപ്പൊ ആ രൂപത്തിലുള്ള വളർച്ചയുടെ ഭാഗമായിട്ടാണ് ഭാഷയും വളരുന്നത്. ഭാഷ മനുഷ്യർക്ക് പരിവർത്തനത്തിന് വിധേയമാക്കാൻ കഴിയണം. എങ്കിലേ മനുഷ്യന്റെ സംസ്കാരത്തിനനുസരിച്ച് ഭാഷ വളരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അടിസ്ഥാന ഭാഷയൊടിച്ച് ബാക്കിയൊന്നും പടച്ചവൻ നിർമ്മിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. മനുഷ്യർക്ക് നിർമ്മിക്കുവാൻ ആവശ്യമായ പ്രോഗ്രാമോടുകൂടി പടച്ചവൻ ഭാഷയെ നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ചിലപ്പോൾ ആദ്യം മനുഷ്യൻ ചിത്രലിപിയിലായിരിക്കും ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടാകുക. അതല്ലെങ്കിൽ എഴുത്തുണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ സംസാര ഭാഷ മാത്രമായിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ ആംഗ്യ ഭാഷയായിരിക്കും ഉണ്ടാവുക. അത് വളർന്ന് 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 എഴുത്ത് ഭാഷയിലായി. അങ്ങനെ ഭാഷാ പരിണാമത്തിന്റെ ഘട്ടത്തിൽ വളരെ കൃത്യമായി ഭാഷാപരിണാമത്തിന്റെ ഘട്ടത്തിൽ ഭാഷ ഒരു പൂർണ്ണാർത്ഥത്തിലുള്ള വളർച്ച നേടിയെടുത്ത സമയത്താണ്, അറബി ഭാഷയുടെ പൂർണ്ണ വളർച്ചയുടെ സമയത്താണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. ആ ഖുർആന്റെ അവതരണം അറബി ഭാഷയുടെ സമ്പൂർണമായ വളർച്ചയുടെ ശേഷമാണ്. അതിനുശേഷം അറബി ഭാഷയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ വളർച്ചയുണ്ടായിട്ടില്ല. വളർച്ചയും മാറ്റം വ്യത്യാസമുണ്ട്. ഇന്നും അറബി ക്ലാസിക്കൽ അറബിക്കാണ് എല്ലാ മോഡേൺ അറബിക്കിന്റെയും റൂട്ടായി സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ചുരുക്കത്തിൽ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഫ്ലറിഷ് ആയിട്ടുള്ള പൂർണ്ണാർത്ഥത്തിൽ വളർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഷ, ആ ഭാഷയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. ഖുർആൻ പടച്ചവൻ തെരഞ്ഞെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു ഭാഷയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പടച്ചവൻ തിരഞ്ഞെടുത്തതുപോലെ, ഒരു പ്രദേശത്തെ പടച്ചവൻ തിരഞ്ഞെടുത്തതുപോലെ ഭാഷയെയും പടച്ചവൻ തിരഞ്ഞെടുത്തു. അതിനെല്ലാം അള്ളാഹു അതിൻ്റെതായ കാരണം ഉണ്ടാകും. അതിന്റെ കാരണങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. ഇപ്പൊ നമുക്ക് മനസ്സിലാകും അറബ് എന്തുകൊണ്ട് മക്ക രാജ്യത്തെ തെരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, മക്കയിലെ ജനങ്ങളെ, ആ അറബ് ജനങ്ങളെ സംസ്കരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആദർശത്തിന് ലോകത്തെ ഏതൊരു സമൂഹത്തെയും വളർത്തുവാനും സംസ്കരിക്കുവാനും കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സംസ്കാരത്തിന്റെ വട്ടപൂജ്യത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ സംസ്കാരത്തിന്റെ 100 ഡിഗ്രിയിലേക്ക് വളർത്തുവാൻ തക്ക രൂപത്തിലൊരു മോഡലായി. കാരണം ഇതിൽ നിന്നാണ് ലോകത്ത് മുഴുവനും വ്യാപിക്കേണ്ടത്. കുന്തും ഖൈറ ഉമ്മ എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള ഒരു ഉമ്മത്തായി, ഒരു ഉത്തമ സമുദായമായി, എല്ലാ അർത്ഥത്തിലും സാംസ്കാരിക ചരിത്രകാരന്മാർ മുഴുവനും പറയുന്നത് പോലെ എല്ലാ അർത്ഥത്തിലും സംസ്കാരത്തിന്റെ വട്ടപൂജ്യത്തിലായിരുന്ന ഒരു സമൂഹത്തെ സംസ്കാരത്തിന്റെ ഉന്നത ശീർഷത്തിലെത്തിക്കുവാൻ കഴിഞ്ഞു. ആ സമൂഹമാണ് പിന്നീട് ഉഖ്രിജത ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടി ഉയർപ്പിക്കപ്പെട്ടത്, എല്ലാ മനുഷ്യരിലേക്കും. അപ്പൊ ആ ഒരു സമൂഹത്തെ സംസ്കരിച്ചു കഴിഞ്ഞാൽ അത് ലോകത്തിന് മുഴുവനും മാധ്യമമായി, മാർഗമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതേപോലെ തന്നെ ഒരു ചെറുപ്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വളർത്തിക്കൊണ്ടുവന്നു എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ എല്ലാ അർത്ഥത്തിലും വിശുദ്ധനായി, ആളുകൾക്കിടയിൽ എല്ലാ അസാൻമാർഗികതകളുടെയും നടുവിൽ, എല്ലാ തിന്മകളുടെയും നടുവിൽ, ആ തിന്മകളുടെയൊന്നും ലാഞ്ചനയില്ലാതെ തൻ്റെ 40 വയസ്സുവരെ ഉള്ള കാലം സമൂഹത്തിൽ ഒരാളും തിന്മ പറഞ്ഞിട്ടില്ലാത്ത രൂപത്തിലുള്ള വ്യക്തിത്വമായി വളർത്തിക്കൊണ്ടുവന്നു. ഇതേപോലെ അറബി ഭാഷയെ അള്ളാഹു തിരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആന്റെ ആശയങ്ങളെ പൂർണ്ണമായി ദ്യോതിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ, എല്ലാ അർത്ഥത്തിലുമുള്ള ആശയ ഗാംഭീര്യം കൊടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് സത്യം. പിന്നീട് അറബി ഭാഷയിലുള്ള ഖുർആൻ
അത് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതല്ലേ? തീർച്ചയായും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കേണ്ടതല്ലേ? പഠിപ്പിക്കേണ്ടതാണ്. മദ്രസയിൽ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ടതല്ലേ? നമ്മൾ പഠിക്കേണ്ടതാണ്. അത് പഠിക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തോട്. നമ്മൾ പഠിക്കാതിരുന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറയുന്നതുകൊണ്ട് കാര്യമില്ല, മറ്റുള്ളവർ ചെയ്തിട്ടില്ല എന്ന് പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഖുർആൻ പഠിക്കുവാൻ ഇന്ന് നമുക്ക് ഇഷ്ടം പോലെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാൻ നമ്മൾ ഭാഷ മനസ്സിലാക്കാറുണ്ട്, അല്ലെങ്കിൽ ഭാഷയിലേക്ക് നമ്മൾ കയറാറുണ്ട്. നമ്മളൊരു ഫോണ് അത് വാങ്ങുമ്പോൾ പോലും നമ്മൾ കാറ്റലോഗ് ഇംഗ്ലീഷ് ഭാഷയാണ്, അതുകൊണ്ട് അല്ലെങ്കിൽ കാറ്റലോഗ് ഇന്ന ഭാഷയാണ്, അതുകൊണ്ട് എനിക്ക് ഫോൺ വേണ്ട നമ്മൾ തീരുമാനിക്കാറില്ല. ആ കാറ്റലോഗ് ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. അത് അങ്ങനെയാണ് നമ്മൾ കാര്യം മനസ്സിലാക്കുക. ഇതേപോലെ നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം എങ്ങനെയാകണം എന്നതിനുള്ള ഗൈഡൻസായി അവതരിപ്പിച്ചാണ് പരിശുദ്ധ ഖുർആൻ. അത് പഠിക്കാൻ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകണമെന്ന ഗുണകാംക്ഷയാണ് എൻ്റെ സുഹൃത്ത് പങ്കുവച്ചത്. ആ ഗുണകാംക്ഷയോട് ഞാനും ചേരുകയാണ്.